അരുൺരാജാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ ഐശ്വര്യയെ ഇപ്പോൾ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇതിനോടകം തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. ASPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പോലീസിന്റെ തിരച്ചിൽ നടക്കുന്നതിനിടയിലാണ് പെൺകുട്ടി ധ്യാന കേന്ദ്രത്തിലുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടിയിൽ നിന്നുള്ള പോലീസ് സംഘം ഈ കുട്ടിയുടെ അടുത്ത് എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പ്രത്യേക പോലീസ് സംഘം അവിടേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുകൂടി അല്പം മുൻപ് അരുൺരാജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 18-ാം തീയതി രാവിലെയായിരുന്നു പെൺകുട്ടിയെ കാണാതായത്. അതിനുശേഷമാണ് ഇത്തരമൊരു പരാതി പോലീസിലേക്ക് എത്തുന്നതും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതും. പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിരുന്നു. ആലപ്പാട് സ്വദേശിയാണ് ഐശ്വര്യ സ്വന്തം ഇഷ്ടപ്രകാരം വീട് വിട്ടിറങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസും ഈ കുട്ടി എവിടെയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരികയായിരുന്നു. എറണാകുളത്തേക്ക് കുട്ടി എത്തി എന്നടക്കമുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയുണ്ടായി. നേത്രാവതി എക്സ്പ്രസിൽ പെൺകുട്ടി യാത്ര ചെയ്തു എന്നായിരുന്നു പോലീസിന്റെ നിഗമനം. ഇപ്പോൾ തൃശ്ശൂരിൽ മുരിങ്ങൂരിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈ പെൺകുട്ടിയെ കണ്ടെത്തി എന്ന വാർത്ത വരുന്നു. അരുൺരാജ് വിശദാംശങ്ങളുമായി ഇപ്പോൾ തുടരുന്നുണ്ട്. അരുൺ, ഈ പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ പ്രാഥമികമായി കൈമാറുന്നുണ്ടോ അരുൺ? ഉന്മേഷ്, നിലവിൽ ചാലക്കുടിയിലുള്ള പോലീസ് സംഘം ഈ മുരിങ്ങൂരിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തി അവിടെ കുർബാന നടക്കുകയാണ്. പ്രാർത്ഥനാ യോഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ കുട്ടിയെ പോലീസിന് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. അവിടേക്ക് പോലീസിന് ഇപ്പോൾ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഈ ചാലക്കുടി പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. ഈ പോലീസ് ഇപ്പോൾ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഒരു ആശ്രമമാണ്, ധ്യാന കേന്ദ്രമാണ്. സ്വാഭാവികമായും അവിടെ ചില നടപടിക്രമങ്ങൾ പോലീസിന് പാലിക്കേണ്ടി വരും. അതുകൂടി ശേഷമായിരിക്കും ഈ കുട്ടിയുടെ മുമ്പിലേക്ക് പോലീസിന് എത്താൻ കഴിയുക. പോലീസിന് ലഭിച്ച വിവരം അത് സോളിഡ് ആണ്. നമുക്ക് ഒരുപക്ഷെ PCR-ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ACP നമ്മളോട് പ്രതികരിച്ചതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ACP ഇക്കാര്യത്തിൽ ഒരു 99% ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. നമ്മൾ ACPയുടെ പ്രതികരണം അല്പസമയം എടുത്തിരുന്നു. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയാണ് ഇക്കാര്യത്തിൽ ഈ കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്, ഇക്കാര്യത്തിൽ മറ്റു പേടിക്കേണ്ട വസ്തുതകളില്ല എന്ന കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ട ആശങ്കകൾ അത് പൂർണ്ണമായും അകലുന്നു എന്നുള്ള വിവരമാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും കുട്ടി എന്തിനാണ് വീട് വിട്ടിറങ്ങിയത്, ഏത് സാഹചര്യത്തിലാണ് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് എത്തിയത് എന്നീ കാര്യങ്ങളിൽ ഇനിയാണ് പരിശോധന നടക്കേണ്ടത്. ആദ്യം ഈ കുട്ടിയെ പോലീസ് ഏറ്റെടുക്കും എന്നുള്ളതാണ്. ഏറ്റെടുക്കുന്ന സമയം നമുക്ക് അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കും. എന്തായാലും ഈ കുട്ടിയെ മുരിങ്ങൂരിലെ ധ്യാന കേന്ദ്രത്തിലുണ്ട് എന്ന ഉറപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തുകയും ഇപ്പോൾ ആ കുട്ടിയെ കണ്ടെത്താനുള്ള നടപടികളിലേക്ക് കടക്കുകയുമാണ്. അരുൺരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏത് സാഹചര്യത്തിലാണ് കുട്ടി ഇത്തരത്തിൽ പോയത് എന്നടക്കമുള്ളത് അവരുടെ വ്യക്തിവിഷയം കൂടിയാണ്. അത് പോലീസ് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കട്ടെ. എന്തുകൊണ്ട് കുട്ടിക്ക് അങ്ങനെ അവിടെ നിന്ന് പോകേണ്ടി വരുന്നു, ധ്യാന കേന്ദ്രത്തിൽ എത്തേണ്ടി വന്നു എന്നതൊക്കെ പോലീസ് തന്നെ ഔദ്യോഗികമായി വിശദീകരിക്കട്ടെ. അപ്പോൾ ഈ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പോലീസ് സംഘം ഇനി കുട്ടിയെ ഏറ്റെടുത്ത് തിരികെ കൊണ്ടുവരും, അങ്ങനെയായിരിക്കുമോ അരുൺ? തീർച്ചയായും കരുനാഗപ്പള്ളിയിൽ നിന്ന് കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം ഇപ്പോൾ അവിടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അവരുടെ യാത്ര ഏകദേശം ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നിരിക്കുന്നു. എന്തായാലും ഈ പോലീസ് സംഘം എത്തിയ ശേഷമായിരിക്കും ഈ കുട്ടിയെ ഹാൻഡ് ഓവർ ചെയ്യുക ചാലക്കുടി പോലീസ്. ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയെ ചാലക്കുടി പോലീസ് ഏറ്റെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അവിടെ നിന്നായിരിക്കും പിന്നീട് ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പിന്നീട് ചാലക്കുടിയിലെത്തിയ കുട്ടിയെ പിന്നീട് അവിടെ നിന്ന് കരുനാഗപ്പള്ളി പോലീസ് ഏറ്റെടുത്തായിരിക്കും കരുനാഗപ്പള്ളിയിലേക്ക് കൊണ്ടുവരിക. പക്ഷേ അപ്പോഴും പോലീസ് നമ്മൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇക്കാര്യത്തിൽ കൗൺസിലിംഗ് അടക്കം കുട്ടിക്ക് നൽകേണ്ടി വരും. ആ സാഹചര്യം കൂടി കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഇനി എന്ത് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും കുട്ടി വീട് വിട്ടിറങ്ങാനിടയായ സാഹചര്യത്തിൽ അന്വേഷണം വേണം, പരിശോധന വേണം, കുട്ടിക്ക് കൗൺസിലിംഗ് നൽകണം. കുട്ടി വീട്ടിലേക്ക് പോകാൻ തയ്യാറല്ലെങ്കിൽ അതിന് മറ്റെന്ത് മാർഗം എന്നീ കാര്യങ്ങളിലടക്കം പോലീസ് അന്വേഷിക്കുകയും ചെയ്യും. എന്തായാലും നിലവിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന ആശ്വാസകരമായ വാർത്ത പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കുട്ടിയെ പോലീസ് ഏറ്റെടുക്കുന്ന വിവരം അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിക്കാൻ കഴിയും. പക്ഷേ അതിൻ്റെ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകർക്ക് മുമ്പ് എത്തിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും ചാലക്കുടി പോലീസ് ഇപ്പോൾ ഈ ധ്യാന കേന്ദ്രത്തിൽ നിൽക്കുകയാണ്. അരുൺ, ഈ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പോലീസ് സംഘം എപ്പോഴെത്തും അവിടെ? യാത്ര തിരിച്ചിട്ടേ ഉള്ളൂ അരുൺ?
തീർച്ചയായും ഉന്മേഷ അല്പസമയം മുമ്പാണ് കരുനാഗപ്പള്ളി പോലീസ് സംഘം ഇവിടെ നിന്ന് യാത്ര തിരിച്ചത്. ആ സംഘം അവിടേക്ക് എത്താൻ സമയം എടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ദേശീയപാതയുടെ അടക്കം പണിയടക്കുന്നുണ്ട്. സ്വാഭാവികമായും 5 മണിക്കൂറിലധികം വേണ്ടിവരും അവർക്ക് ഈ ചാലക്കുടിയിലേക്ക് എത്താൻ. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ കുട്ടിയെ ചാലക്കുടി സ്റ്റേഷനിലേക്ക് എത്തിക്കുക. കാരണം ഒരു മിസ്സിംഗ് പരാതി ലഭിച്ച സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പ്രൊസീജിയറാണ്. സ്വാഭാവികമായും കുട്ടിക്ക് ഇനി എന്ത് എതിർപ്പുണ്ടെങ്കിൽ പോലും സ്റ്റേഷനിലേക്ക് എത്തിച്ച് കുട്ടിയുടെ കൂടി വില്ലിംഗ് അത് തേടുക ശേഷമായിരിക്കും ഒരു കൗൺസിലിംഗ് അടക്കം നടത്തും. അതിനുശേഷം കുട്ടിയുടെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും കുട്ടി എങ്ങോട്ട് പോകണം എന്ന കാര്യത്തിൽ കുട്ടിയായിരിക്കും തീരുമാനമെടുക്കുക. കാരണം 20 വയസ്സുണ്ട്. കുട്ടിയെന്ന് പറയുന്നതിന് തന്നെ തെറ്റുണ്ട്. 20 വയസ്സുണ്ട്. ആ വ്യക്തി ഐശ്വര്യയാണ് തീരുമാനമെടുക്കുക. എങ്ങോട്ട് പോകണം, ആരുടെയൊപ്പം പോകണം, വീട്ടിലേക്ക് പോകണമോ എന്ന കാര്യത്തിലടക്കം ഐശ്വര്യയുടെ തീരുമാനമാണ് സ്വാഭാവികമായും ഏറ്റവും പ്രധാനമായി നിൽക്കുക. എന്നാലും ഇതിലൊരു നിയമപരമായ പ്രശ്നം നിൽക്കുന്നു എന്നുള്ളതാണ്.